പ്രസവത്തിനിടയിൽ വയറിൽ തുണി കുരുങ്ങി ജീവിക്കേണ്ടി വന്ന മാനന്തവാടി മെഡിക്കൽ കോളേജിലെ പ്രസവ കേസ് പ്രേക്ഷകർ മറന്നില്ലല്ലോ. 2.5 മാസത്തിന് ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് ഈ തുണിക്കഷ്ണം പുറത്തെടുക്കാൻ കഴിഞ്ഞു. അസഹനീയമായ വേദന അനുഭവിച്ച ഈ യുവതി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. പാണ്ടിക്കടവും തത്സമയം ചേരുകയാണ്. എന്തായാലും താങ്കൾ അനുഭവിച്ച വേദന എത്ര കൂടുതലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമസ്കാരം മോർണിംഗ് ഷോയിലേക്ക് വന്നതിന്. അപ്പോൾ ശരിക്കും താങ്കൾ അവിടെ ഡോക്ടറെ പിന്നെ കാണാൻ പോയില്ലേ വേദന കൊണ്ട്? അപ്പോൾ ഡോക്ടറോട് വിശദമായി പറഞ്ഞില്ലേ വയറ്റിലിങ്ങനെ വേദന എടുക്കുന്നുണ്ട്, ഏത് ഭാഗത്താണ് വേദന എടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായി ഡോക്ടറോട് പറയാൻ കഴിഞ്ഞായിരുന്നു? പറഞ്ഞു, കാര്യം നമ്മൾ പറഞ്ഞു ഡോക്ടറോട്. ഡോക്ടർ എന്നിട്ട് ഒന്ന് ഉള്ളു പരിശോധിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് വെള്ളം കുടിക്കാഞ്ഞിട്ടാണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയച്ച് നമ്മളെ. താങ്കൾ പോയതൊരു സർക്കാർ ആശുപത്രിയിലാണല്ലോ അല്ലേ? ഗവൺമെന്റ് ആശുപത്രി തന്നെ. അല്ല, എത്ര തവണ പിന്നീട് ഡോക്ടറെ കണ്ടു ഇതിന് ശേഷം? നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ഡോക്ടറെ കണ്ടു. ആഹാ. ഈ വേദന അനുഭവിച്ചു എന്ന് പറയുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എങ്ങനെയായിരുന്നു? അത്ര കൂടുതൽ വേദനയായിരുന്നു? നല്ല വേദനയായിരുന്നു. ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയും വേദനയൊക്കെ ആയിരുന്നു. അവർ ആദ്യം ചെന്നപ്പോൾ സ്കാൻ ഒന്നും എടുത്തില്ല. പിന്നീട് ഏത് ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത് ഉള്ളിൽ ഇങ്ങനെ തുണിക്കഷ്ണം ഇരിപ്പുണ്ടെന്നുള്ളത്? അത് വീട്ടിൽ നിന്ന് തന്നെ യൂറിൻ പോകുന്ന സമയത്ത് തനിയെ ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത്. 2 പ്രാവശ്യം നമ്മൾ പോയപ്പോഴും അതിന് വേദന അനുഭവപ്പെടുകയും സ്മെല്ല് ഇതാക്കുകയും നമ്മൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വെള്ളം കുടിക്കാത്തതിൻ്റെയാന്ന് മാത്രം പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന തുണിക്കഷ്ണമാണ് ഇദ്ദേഹത്തിൻ്റെ വയറിനുള്ളിൽ പെട്ടുപോയത്. അപ്പം ഇത്രയും വലിയൊരു തുണിക്കഷ്ണം പെട്ടുപോയിട്ടും ഈ ഡോക്ടർ അറിഞ്ഞില്ല എന്നുള്ളത് പിന്നീട് ആ ഡോക്ടറോട് സംസാരിക്കാൻ കഴിഞ്ഞോ? സംസാരിച്ചു. നമ്മൾ DM ഓഫീസിൽ പരാതി കൊടുത്തായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് ആദ്യമായിട്ട് സംഭവിച്ചതാണ്. അന്നേരം അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉള്ളു പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. ഈ ഒരു പ്രേക്ഷകൻ നമ്മോട് സതുദ്ദേശം കൊണ്ട് പറഞ്ഞതാണ്. പ്രേക്ഷകൻ പറയുന്നത് വെച്ചാൽ ഒരുപാട് പേരെ പ്രസവിക്കാൻ ചിലപ്പോൾ ലേബർ റൂമിലേക്ക് അയറ്റും, അപ്പോൾ ചിലപ്പോൾ ഒരു നോട്ടപേക്ഷയിൽ ചിലപ്പോൾ ഇത് സംഭവിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞു. അത്ര കൂടുതൽ രോഗി അന്ന് പ്രസവിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു അവിടെ? ഇല്ല, അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഈ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് താങ്കൾക്ക് ഈ കലശലായ വേദന അനുഭവപ്പെടാൻ തുടങ്ങിയത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായി കിടന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഉള്ളിൽ എന്തോ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. വീട്ടിലെത്തിയപ്പോൾ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന ഇതൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് വേദന വരുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയായിരുന്നു 2 പ്രാവശ്യം. എന്നിട്ട് അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞയച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തുകൊണ്ട് വീണ്ടും സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു 75 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് താഴത്തോട്ട് വന്ന് ഇറങ്ങി തനിയെ. ഓക്കെ. നമ്മൾ ഈ കാര്യം താങ്കളോട് സംസാരിച്ചതിന് ശേഷം മന്ത്രി OR കേളുവിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം താങ്കൾ പരാതി നൽകി, പരാതി ശ്രദ്ധയിൽപ്പെട്ടു എന്നും അനന്തര നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി OR കേളുവിൽ താങ്കൾക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഡോക്ടേഴ്സിന്റെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. DM ഓഫീസിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടില്ല ആരും. ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് മുന്നോട്ട് അതിൻ്റെതായിട്ട് ഇത് പോകണമെന്നാണ് എനിക്ക് അഭിപ്രായം. താങ്കൾക്ക് ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അല്ലേ? ഫുഡ് കഴിച്ചിട്ട് ശരീരത്ത് പിടിക്കുന്നില്ല. പ്രസവിച്ച് ഞാൻ പറയത്ത് പോലുമില്ല. എൻ്റെ എനിക്ക് ആരുമില്ല എന്നിട്ടും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത്ര ഇതായിട്ടും വേദനയിട്ട് സഹിച്ചിട്ടും എൻ്റെ അമ്മ ഒരു കൂലിപ്പണിയായിരുന്നു. പാവം പണി ഇതാക്കിയിട്ട് എന്നെ നോക്കിയത്. എനിക്ക് ആരുമില്ല എന്നിട്ട്. ജീവിക്കാൻ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? ഹസ്ബൻഡ് എന്താ പണി? ഹസ്ബൻഡിന് ഇപ്പൊ പണി കുറവാ, പണിയില്ല. പണി വണ്ടിയിലാണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പണി കുറവാണ്. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാന്ന് കാരണമുണ്ട്. പാവം അമ്മയും കൂലിപ്പണി കാരണം നമ്മളിവിടെ ഇപ്പൊ ആർക്കും പണിയില്ല, അമ്മക്കും പണിയില്ല. ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ഇരിക്കല്.
അയൽവാസികളൊക്കെ വിവരം അറിഞ്ഞപ്പോൾ അവരൊക്കെ സഹായിക്കാൻ എത്തിയോ? എന്തായിരുന്നു അയൽവാസിയുടെ പ്രതികരണം? അവര് പറഞ്ഞു പരാതി കൊടുക്ക്, എല്ലാവരും പറഞ്ഞു പരാതി കൊടുക്ക്, ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് ജീവിതത്തിൽ ഇത് ഒരാൾക്ക് സംഭവിച്ച പോലെ വേറൊരാൾക്ക് സംഭവിക്കരുത് എന്നാണ് അവരും പറഞ്ഞത്. കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല, അത് അവരുടെ ഡോക്ടർമാരുടെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു. പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. നമ്മൾ പരാതി കൊടുത്തെന്നിട്ട് ഒരു ഇതുമില്ല, വിട്ടയക്കുകയാണ് ചെയ്തത്. വിളിക്കാൻ മാത്രം പറഞ്ഞു, പക്ഷെ ഇതുവരെയായിട്ട് ഒരു ഇതും വന്നിട്ടില്ല. ഈ തുണി സ്വാഭാവികമായിട്ട് പുറത്തു വന്നതിന് ശേഷം താങ്കൾ ഡോക്ടർമാരെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. കണ്ടപ്പോൾ പറഞ്ഞു ഇനി എന്തെങ്കിലും വേദന എന്തെങ്കിലും അനുഭവപ്പെടുകയാണെങ്കിൽ വന്നാൽ മതി എന്ന് മാത്രം പറഞ്ഞു. വേറെ ഒരു ഇതും പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും താങ്കളുടെ ആ അനുഭവം വല്ലാത്തൊരു അനുഭവമായി പോയി. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടാകാൻ പാടില്ല, അത് സർക്കാരായാലും പ്രൈവറ്റ് ആയാലും. അപ്പോൾ താങ്കളുടെ പരാതിക്ക് ആരോഗ്യവകുപ്പ് പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്കളും പ്രതീക്ഷയോടെ ഇരിക്കുക. കാര്യം നമ്മളിതിനെയൊന്നും നെഗറ്റീവായി കാണാൻ പാടില്ലല്ലോ. എന്തായാലും മറ്റോ അത്യാഹിതമില്ലാതെ താങ്കൾ രക്ഷപ്പെട്ടു എന്നുള്ളത് നമുക്കും സന്തോഷം പകരുന്നു, പ്രേക്ഷകർക്കും. വളരെ നന്ദി എന്നോടൊപ്പം പ്രതികരിച്ചത്. അപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ വയനാട്ടിൽ സംഭവിച്ച സംഭവമാണ്. പ്രസവം കഴിഞ്ഞ് 2.5 മാസത്തിന് ശേഷം യുവതിയുടെ ശരീരത്തിൽ നിന്ന് വലിയൊരു തുണിക്കഷ്ണം പുറത്തു വന്ന സംഭവത്തിൽ ഉള്ള യുവതിയാണ് നമ്മോട് സംസാരിച്ചത്. മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുകൂടി അറിയുക. മന്ത്രി OR കേളു നമ്മോട് പ്രതികരിച്ചിരുന്നു. ഇതിൽ അനന്തര നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രൈം ടൈമിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.